കഥകൾ. രാമുവിൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടികളാണ് ചിന്നുവും ചെമ്പനും. സഹോദരങ്ങളായ അവർ എപ്പോഴും ഒരുമിച്ചാണ് കളിച്ചു നടന്നത്. ശാന്തനായ പൂച്ചക്കുഞ്ഞനായിരുന്നു ചെമ്പൻ. എന്നാൽ ചിന്നുവിന് എപ്പോഴും മൂക്കിൻ തുമ്പത്തായിരുന്നു ദേഷ്യം. എങ്കിലും അവളുടെ കുസൃതിയും ദേഷ്യവുമൊക്കെ ക്ഷമയോടെ സഹിച്ച് ചെമ്പൻ എപ്പോഴും കൂടെ നിന്നു. ഒരു ദിവസം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമുവിൻ്റെ മകൾ മീനാക്ഷി ഉപേക്ഷിച്ചു പോയ ഒരു കളിപ്പാട്ടം ചിന്നുവിൻ്റെ കണ്ണിൽപ്പെട്ടു. ചാരനിറത്തിൽ ഒരു എലിക്കുഞ്ഞൻ്റെ രൂപമുള്ള ഒരു പാവയായിരുന്നു അത്. ആദ്യമായി സ്വന്തമായി ഒരു കളിപ്പാട്ടം കിട്ടിയ സന്തോഷത്തിൽ ചിന്നു തുള്ളിച്ചാടി. അവൾ അതെടുത്ത് തൻ്റെ കിടക്കയുടെ അരികിൽ ഭദ്രമായി ഒളിപ്പിച്ചു. ചെമ്പനോടൊപ്പം ആ എലിക്കുഞ്ഞനെ ഓടിച്ച് കളിക്കുന്നതോർത്ത് അവൾ മനസ്സിൽ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതുവഴി വന്ന ചെമ്പൻ ചിന്നുവിൻ്റെ കളിപ്പാട്ടം കണ്ടു. കൊള്ളാമല്ലോ ഈ എലിക്കുഞ്ഞൻ, അവൻ ഓർത്തു. അവൻ അതൊരു യഥാർത്ഥ എലിയായി മനസ്സിൽ സങ്കൽപ്പിച്ച് അതിൻ്റെ പിന്നാലെ ഓടി ഏറെ നേരം കളിച്ചു. കളിക്കിടയിൽ അത് പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീണുപോയി. കുത്തനെയുള്ള ആ പാറയിടുക്കിലേക്ക് ഇറങ്ങാൻ ചെമ്പന് പേടിയായി. നിരാശയോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. ഈ സമയം ചിന്നു തൻ്റെ കളിപ്പാട്ടം തിരഞ്ഞു നടക്കുകയായിരുന്നു. എൻ്റെ കളിപ്പാട്ടം കണ്ടോ? ആരാ എൻ്റെ കളിപ്പാട്ടം എടുത്തത്? അവൾക്ക് അരിശവും സങ്കടവും വന്നു. അപ്പോഴാണ് ചെമ്പൻ അവിടെ എത്തിയത്. ചെമ്പ, എൻ്റെ കളിപ്പാട്ടം നീ എടുത്തോ? അയ്യോ, അത് നിന്റെ ആയിരുന്നോ ചിന്നു? ഞാൻ കളിക്കാൻ എടുത്തതാ, ചെമ്പൻ കുറ്റബോധത്തോടെ പറഞ്ഞു. എന്നിട്ട് അത് എവിടെ? ചിന്നുവിൻ്റെ ശബ്ദമുയർന്നു. അത് പാറക്കെട്ടിനിടയിൽ വീണുപോയി. ചെമ്പൻ തല താഴ്ത്തി. ഇതു കേട്ട ചിന്നുവിന് ദേഷ്യം സഹിക്കാനായില്ല. അവൾ ചെമ്പൻ്റെ കയ്യിൽ ദേഷ്യത്തോടെ മാന്തി. ചെമ്പന് നന്നായി വേദനിച്ചു. ചിന്നു. എങ്കിലും അവൻ വഴക്ക് കൂട്ടണ്ട എന്ന് കരുതി സങ്കടത്തോടെ അവിടെ നിന്നു പോയി. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ചെമ്പൻ്റെ സങ്കടം മാറിയില്ല. തൻ്റെ അനുജത്തിയെ വേദനിപ്പിച്ചതോർത്ത് അവന് വല്ലാത്ത വിഷമം തോന്നി. അവൻ നേരെ പാറക്കെട്ടിനടുത്തേക്ക് നടന്നു. ദൂരെയായി ആ കളിപ്പാട്ടം കാണുന്നുണ്ട്. ചിന്നുവിന് വേണ്ടി ഇതെടുക്കണം, അവൻ മനസ്സിലുറപ്പിച്ചു. ധൈര്യം സംഭരിച്ച് അവൻ പാറയിടുക്കിലേക്ക് പതിയെ ഇറങ്ങി. പക്ഷേ പാറകൾക്കിടയിൽ അവൻ്റെ കാല് കുടുങ്ങിപ്പോയി. എന്തു ചെയ്യുമെന്നറിയാതെ അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. അയ്യോ അമ്മേ, രക്ഷിക്കണേ! ചെമ്പൻ്റെ കരച്ചിൽ കേട്ടാണ് ചിന്നു ഓടി വന്നത്. ചെമ്പ, നീ അവിടെ എന്ത് ചെയ്യുകയാ? അവൾ പേടിയോടെ ചോദിച്ചു. ചിന്നു, ഞാൻ നിന്റെ കളിപ്പാട്ടം എടുക്കാൻ വന്നതാ. അവൻ്റെ മറുപടി കേട്ടപ്പോൾ ചിന്നുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് കളിപ്പാട്ടമൊന്നും വേണ്ട ചെമ്പ, നീ വേഗം കയറി വാ. ഞാൻ കുടുങ്ങിയിരിക്കുവാ ചിന്നു, കേറാൻ പറ്റുന്നില്ല. നീ അനങ്ങരുതേ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഓടി വരാം. ചിന്നു വീട്ടിലേക്ക് ഓടി. ചിന്നുവും ചക്കിയമ്മയും ഓടിയെത്തി. അമ്മ വളരെ സൂക്ഷിച്ച് പാറക്കെട്ടിലിറങ്ങി ചെമ്പനെ മുകളിലെത്തിച്ചു. എന്തിനാ ചെമ്പ ഈ സാഹസത്തിന് മുതിർന്നത്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അമ്മ അവനെ സ്നേഹത്തോടെ ശകാരിച്ചു. ചെമ്പൻ തല കുനിച്ചു. അപ്പോൾ ചിന്നുവിനും സങ്കടവും കുറ്റബോധവും തോന്നി. ക്ഷമിക്കൂ ചെമ്പ, ഞാൻ മാന്തിയത് നിനക്ക് വേദനിച്ചോ? സാരമില്ല ചിന്നു. പിന്നീട് ചക്കിയമ്മ അവരോട് പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ളത് നഷ്ടപ്പെടുമ്പോൾ ദേഷ്യവും സങ്കടവും വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ദേഷ്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് കേട്ടോ.
സ്നേഹത്തെക്കാളും വലുതല്ല ഒരു കളിപ്പാട്ടവും. അമ്മയുടെ വാക്കുകൾ ചിന്നുവിൻ്റെ മനസ്സിൽ തട്ടി. ഇനി മുതൽ തൻ്റെ ദേഷ്യം കുറയ്ക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അന്ന് രാത്രി മീനാക്ഷി കൊണ്ടുവച്ച പാൽ കുടിച്ച് അവർ സുഖമായി ഉറങ്ങി. ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മുൻചുണ്ടി മുഴുവനായും മാറിയില്ലെങ്കിലും ചെമ്പനോടും മറ്റുള്ളവരോടും കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ അവൾ പഠിച്ചു തുടങ്ങി.